വെയിറ്റിംഗിലാണ്. ഓടിപ്പോയി മുഖം കഴുകി സുന്ദരിക്കുട്ടിയായിട്ട് വാ. എക്സ്ട്രാ സ്റ്റീം കൊടുക്കണത് ഈ ഒരു സ്വിച്ചിൽ കണ്ടോ, ഇങ്ങനെ എക്സ്ട്രാ നമുക്ക് സ്റ്റീം കൊടുക്കണേ അങ്ങനെ ചെയ്യാം. അമ്മയുടെ പട്ട് സാരി ഇതേ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പ്രൊഫഷണലായിട്ട് നമ്മൾ സാരി പ്ലീറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിപ്സിന്റെ ഉപയോഗം ഒരുപാട് വരുന്നുണ്ട്. ദിവ്യ പ്രിന്റോ. ഹായ് മമ്മി, നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. ഇത് എന്നാ സാധനം? അതിനെന്നാ അത്ര നീളത്തിലുള്ള? മമ്മി കുറെ നാളായിട്ട് പറയാന്നല്ലേ തുണി തയ്ക്കാൻ സൗകര്യമില്ല. പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് സാരി ഡ്രേപ്പ് ചെയ്യണമെങ്കിൽ ശരിക്കും നമുക്കൊരു ടേബിൾ വേണം. ഇന്ന് മമ്മിക്ക് പോകണ്ടേ കല്യാണത്തിന്? മമ്മി സാരി ഉടുപ്പിക്കണ്ടേ അടിപൊളിയായിട്ട്? അപ്പൊ അതിനുള്ള സാധനമാണ് ഈ വന്നിരിക്കുന്നത്. അൺബോക്സ് ചെയ്താലോ? അപ്പൊ ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് ഒരാളുടെ സഹായം കൂടെ വേണം കേട്ടോ. ഒന്ന് വരാവോ ക്യാമറമാൻ? നോക്കട്ടെ. രണ്ടുപേരും കൂടെ ഉത്സാഹിച്ചത് അൺബോക്സ് ചെയ്യേണ്ടതാണ്. ഓറഞ്ച് കളറാന്ന് തോന്നുന്നല്ലോ. എന്നാണേലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ ഇത് വാങ്ങണ്ടെന്ന് വെച്ചിരുന്നായിരുന്നേ, പിന്നെ എനിക്കിതില്ലാതെ പറ്റില്ല. അപ്പം ഇത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? താങ്കൾ കൊണ്ടിരുന്നുണ്ടോ അതോ ഇവിടെ തന്നെയാണോ? ഇത് ആർക്ക് വേണേലും ഉപയോഗിക്കാം. ഞാനിത് ഇവിടെ വെക്കാന്ന് ഓർത്തിട്ടാ. കാരണം നമ്മൾ ബ്രൈഡലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണേലും സാരി നമുക്ക് പ്ലീറ്റ് ചെയ്യണം. ഉത്സാഹിച്ച് പൊട്ടിക്ക്, ഉത്സാഹിച്ച് തുറക്കുമേ. ഒതുക്കമുള്ള ടേബിളാണ് കേട്ടോ. വീതിയൊക്കെ മതിയോ നേരം? ഇത്രയും വീതി മതി. സാരിയല്ല, നമ്മളിങ്ങനെ തേച്ച് താഴേക്ക് ഇടുവാണല്ലോ, അപ്പൊ ഇത്രയും വീതിയൊക്കെ മതിയാവും. ഈ പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുന്ന ആമസോണിൽ നിന്നാണ് കേട്ടോ. എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ്. ഓഞ്ചാണോ ഇത്? വേറെ തുണി ഇടണ്ടെന്ന് തോന്നുന്നു അല്ലേ തേക്കാനായിട്ട്? തുണി ഇടണ്ടെന്ന് തോന്നുന്നു. അതുപോലെ നമുക്ക് അയൺ ബോക്സ് സൈഡിൽ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒത്തു വെക്കാനുള്ള സ്ഥലമുണ്ടോ ഇത്? എല്ലാത്തിനും സ്ഥലമുണ്ട്. താഴെ നിവർത്തും പറയാം അതിൻ്റെ സെറ്റപ്പ് എന്നാ. വീഡിയോ കാണുന്ന പോലെ അല്ല കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. എൻ്റെ അങ്ങ് നിവർത്തി താഴത്തെ ഇത്. ഭിത്തി പറയുന്നു. ഓ അടിപൊളി. അത് നമുക്ക് അയൺ ബോക്സിന്റെ ആ ഒരു വയറ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതെന്ന് ഇങ്ങനെ ഇരിക്കുന്നത് പൊക്കി വെക്കണമായിരിക്കും. അതെ, ഷാൻറ്റിനൊക്കെ ഉണ്ട്. അപ്പൊ സൈഡിൽ കണ്ട സാധനം ഇത് അത് നിവർത്തി വെക്കണം, തുണി തേച്ച് വെക്കാനായിട്ട്. ഇങ്ങനെ ഇരിക്കുവോ? ഇല്ല, അടിയിൽ സ്റ്റാൻഡ് ഉണ്ട് മമ്മി, സ്റ്റാൻഡ് ഉണ്ട്. ഇതിങ്ങനെ വെക്കണമായിരിക്കും. സെറ്റപ്പ് അല്ലേ? അതെ. ഇത് കണ്ടോ, അയൺ ബോക്സ് ഒക്കെ നമുക്ക് ഇവിടെ വയ്ക്കാം. താഴെ പോവോ? ഇല്ലായിരിക്കും. ഇതാണെല്ലാം അടിപൊളി പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പൊ പോവാണോ മമ്മി? പോട്ടെ. ഞാൻ മസ്റ്റർ ചെയ്യാൻ പോവാ. മസ്റ്റർ എന്താ മസ്റ്റർ എന്നറിയാവോ? എന്താ? പെൻഷൻ മേടിക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവിടെ ട്രഷറി ഓഫീസിൽ അറിയിപ്പ് കൊടുക്കണം. അതെ അല്ലേ? അപ്പൊ നമ്മുടെ പെൻഷൻ ബുക്കിൽ അവര് സൈൻ ചെയ്ത് തരും. അത് മമ്മി ഇത്രയും വീഡിയോസ് ചെയ്തിട്ട് അവർക്ക് അറിയത്തില്ലേ മമ്മിയുടെ ലൈവായിട്ടുണ്ടെന്ന്? അതുകൊണ്ട് കാര്യമില്ല മോളെ, ഔദ്യോഗികമായിട്ട് എന്ന് രേഖപ്പെടുത്തണം. അതിന് പോവാണ്, മസ്റ്റർ ചെയ്യാൻ പോവാണ്. പെൻഷനല്ല, മസ്റ്റർ ചെയ്യണതേ ഉള്ളൂ. പെൻഷൻ കിട്ടുന്ന അടുത്ത മാസം 1-ാം തീയതിയാണ്. മമ്മിക്ക് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് സാരി ഞാൻ അയൺ ചെയ്യുവാണ്. വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ അയൺ ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് സാരി പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ 2 ക്ലിപ്സും കൂടെ വാങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ആമസോണിൽ നിന്ന് തന്നെയാണ് ഇത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. പ്രൊഫഷണലായിട്ട് നമ്മൾ സാരി പ്ലീറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിപ്സിൻ്റെ ഉപയോഗം ഒരുപാട് വരുന്നുണ്ട്. അത് എവിടെയൊക്കെ അധികം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ ഒരു ടേബിൾ എന്തുകൊണ്ട് യൂസ്ഫുള്ളാണ്. നിങ്ങളിപ്പോൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിലും ഭയങ്കര സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരുപാട് വലിപ്പമൊന്നുമില്ല ടേബിളിന്. പ്രത്യേകിച്ച് സാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് തേക്കാൻ പറ്റും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന അയൺ ബോക്സ് കാണിച്ചു തരാം. ഒന്ന് അടുത്ത് വന്നേമി. ഈ അയൺ ബോക്സ് ആണ് ഹാവൽസിൻ്റെ. ഇത് അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ സിൽക്ക് സാരിയൊക്കെ തേക്കുമ്പോൾ ഈ ഒരു അയൺ ബോക്സ് നല്ലതാണ്. സ്റ്റീം അയൺ ബോക്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ആ സിൽക്ക് സാരിയുടെ കട്ടിയൊക്കെ ഒന്ന് ഉടഞ്ഞ് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പാകത്തിന് അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ കാണിച്ചു തരാട്ടെ ഇതിൻ്റെ പ്രവർത്തനം. അടിപൊളിയാണ്. നിങ്ങൾ അന്താളിച്ചു പോകും. ഞാൻ തന്നെ അന്താളിച്ചു പോയിട്ടോ. ഇതിൽ നിന്ന് ഇതേ പുകയൊക്കെ വരുന്നുണ്ട്. നമ്മൾ മമ്മിയുടെ പട്ടുസാരി ഇതേ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇതേ ഇട്ടേക്കുന്നത് സിൽക്ക് എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ ഇത് സ്റ്റീം വരും. നമ്മൾ അയൺ ചെയ്യുമ്പോൾ തന്നെ
ഇതിൽ ഇങ്ങനെ സ്റ്റീം വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ സ്റ്റീം കൊടുക്കുന്നത് ഈ ഒരു സ്വിച്ചിൽ കണ്ടോ, ഇങ്ങനെ എക്സ്ട്രാ നമുക്ക് സ്റ്റീം കൊടുക്കണേ അങ്ങനെ ചെയ്യാം. പിന്നെ മുന്നോട്ട് വെള്ളം വരുന്നൊരു സ്വിച്ചുണ്ട്, അന്നേരം സാരി നനയും, മാറ്റാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്യാൻ പറ്റും. ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു ഇവിടെ കാണിച്ചു ഇവിടെ ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലെ വെള്ളം തീർന്നു കഴിയുമ്പം ഈ ഒരു അടപ്പാണ് ഓപ്പൺ ആക്കി ഇതിനകത്ത് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് സ്റ്റീമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാക്സിമത്തിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് സ്റ്റീം വേണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്യാം, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് ഡൗട്ട് അടിച്ചാണ് ഈ ഒരു സ്റ്റീം ബോക്സ് വാങ്ങാനായിട്ട്. പക്ഷേ ഓൾറെഡി ഉണ്ട്, ഉഷയുടെ ഒക്കെ അയൺ ബോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സാരി ഡ്രേപ്പിസ്റ്റ്, പ്രൊഫഷണൽ ആയിട്ടുള്ള സാരി ഡ്രേപ്പിസ്റ്റ് ഇതുപോലെ സ്റ്റീം അയണാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഞാനത് മാറ്റി ഈ ബോക്സ് ആക്കി തന്നെ. അടിപൊളിയാണ്. അപ്പം സാരി എങ്ങനെ വരും നമുക്ക് കാണാം. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണോ സാരി കൊടുക്കാനായിട്ട്? വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. വെയിറ്റിംഗിലാണ്. ഓടിപ്പോയി മുഖം കഴുകി സുന്ദരി കുട്ടിയായിട്ട് വാ കേട്ടോ. ഡാഡിയെ കൂടെ എന്തെങ്കിലും ഡൈ ഒക്കെ അടിച്ചു ഡാഡി ഡൈ ചെയ്യില്ല. അപ്പം മെയിനായിട്ടും ഈ ഒരു ക്ലിപ്പിൻ്റെ ഉപയോഗം വരുന്നത് നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ അടുക്കിയിട്ട് നമുക്ക് ഈ ടേബിളിൽ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ശരിക്കും ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിപ്പിൻ്റെ യൂസ് വരുന്നത്. നമുക്കിങ്ങനെ അയൺ ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എന്താണേലും ഇങ്ങനത്തെ ടേബിൾ വാങ്ങുന്നവർ ഇങ്ങനത്തെ ക്ലിപ്സും കൂടെ വാങ്ങേണ്ടതാണ്. നമുക്ക് സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്.